ഗണേശോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായ നിമജ്ജന മഹാഘോഷയാത്രയും പൊതുസമ്മേളനവും ഈ മാസം 29 നടക്കും. ബുധനാഴ്ച വൈകിട്ട് നഗരപ്രദക്ഷിണം നടക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ 7-ന് ചിനക്കത്തൂർ ക്ഷേത്ര സന്നിധിയിൽ മഹാഗണേശ പൂജ ഉണ്ടാകും. പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5-ന് ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന നഗരപ്രദക്ഷിണം നഗരം ചുറ്റി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി സമാപിക്കും. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മേഖലയിലെ 11 പഞ്ചായത്തുകളിൽ നിന്നും ഒറ്റപ്പാലം നഗരസഭയിൽ നിന്നുമായി പുറപ്പെടുന്ന ഗണേശ വിഗ്രഹഘോഷയാത്രകൾ ഉച്ച കഴിഞ്ഞ് 2:30-ന് കണ്ണിയമ്പുറം ഊട്ടുപുര ക്ഷേത്ര പരിസരത്തു സംഗമിച്ച് മഹാഘോഷയാത്രയായി നഗരത്തിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് പുറപ്പെടും. ബസ് സ്റ്റാൻഡിലെ പൊതുസമ്മേളന വേദിയിൽ 3-ന് കാവടി ചിന്തു തുടങ്ങും. 3:30-ന് പൊതുസമ്മേളനം ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ, പ്രജ്ഞപ്രവാഹ് അഖില ഭാരതീയ സംയോജക് ജെ നന്ദകുമാർ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 5-ന് ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിലെ മായന്നൂർ കടവിൽ നിമജ്ജനം ചെയ്യുന്നതോടെ ഉത്സവം സമാപിക്കുമെന്ന് ഗണേശ സേവാ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അശോക് കൃഷ്ണൻ, സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി പി അരവിന്ദൻ, ബി മനോഹരൻ, കെ ഗംഗാധരൻ, CV വിജയരാഘവൻ എന്നിവർ അറിയിച്ചു. ഒറ്റപ്പാലത്ത് തുടങ്ങിയ ഗണേശോത്സവം ഈ വർഷവും പൂർവാധികം ഭംഗിയായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള 2 പരിപാടികൾ കഴിഞ്ഞു. ഒന്ന് ഗണേശോത്സവ വിളംബര ജാഥയും മറ്റൊന്ന് വിചാര സദസ്സ് എന്ന സെമിനാറും. ഇനി ഉള്ളത് 27-ാം തീയതി ശ്രീ വിനായക ചതുർത്ഥി ദിവസം വിനായകത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള നാളെ പൂഴിക്കുന്നമ്പലത്ത് പ്രത്യേക പൂജാ കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഗണേശോത്സവം വരുന്ന എല്ലാ സ്ഥാനീയ സമിതികളുടെയും ആഭിമുഖ്യത്തിൽ അതാത് സ്ഥലങ്ങളിൽ വിഗ്രഹങ്ങൾ വെച്ച് പൂജ, വിശേഷാൽ പൂജ, മറ്റ് കലാപരിപാടികൾ അടങ്ങിയിട്ടുള്ള പരിപാടികൾ അതാത് സ്ഥലത്ത് നടക്കുന്നതായിരിക്കും. അതിനുശേഷം 28-ാം തീയതിയും പ്രത്യേക പൂജകളുണ്ടാവും. 29-ാം തീയതി പ്രത്യേക പൂജ രാവിലെ കഴിഞ്ഞ് അതാത് സ്ഥാനീയ സമിതികൾ അവിടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശം, ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും പ്രദർശനം നടത്തി അലങ്കരിച്ച ഘോഷയാത്രയോടുകൂടി ഉച്ചയ്ക്ക് 2:30-ന് ഒറ്റപ്പാലം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടുന്ന് ഘോഷയാത്രയായി ഒറ്റപ്പാലം വിനായക നഗറിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 3:30-നാണ് പൊതുസമ്മേളനം. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.